നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. 5ാം അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസിന് മുന്നോടിയായി കണ്ണൂരിൽ ത്രിദിന സെമിനാർ 2ാം ദിവസത്തിൽ പങ്കാളിത്തം. കണ്ണൂർ പാട്ടിഗോപാലൻ പഠന ഗവേഷണ കേന്ദ്രവും തിരുവനന്തപുരം AKG പഠന ഗവേഷണ കേന്ദ്രവും സംഘടിപ്പിക്കുന്ന ത്രിദിന സെമിനാർ ഇന്ന് സമാപിക്കും. 2ാം ദിവസം കണ്ണൂർ സെന്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10 വേദികളിൽ വെച്ചാണ് നടന്നത്. മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. പൂർണ്ണമായിട്ടും സംരക്ഷിക്കാൻ ഒരു സമഗ്ര പരിപാടി കൂട്ടിച്ചേർന്നു. സർക്കാരിൻ്റെ വിവിധങ്ങളായിട്ടുള്ള പരിപാടികളുണ്ട്. അത് വെച്ചിട്ട് അതിൽ വിടവ് എന്താണ്, അത് പഞ്ചായത്ത് അഡീഷണലായിട്ട് വെക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താ, ഇങ്ങനെ ഭിന്നശേഷി സർപ്പമുണ്ട്, ആ കുട്ടി പൊതുവിദ്യാലയത്തിൽ പഠിക്കുക എന്നുള്ളതാണ് അത് ഓവർകം ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം. പൊതുവിദ്യാലയത്തിൽ പഠിക്കുന്നതിന് സഹായിക്കാൻ വേണ്ടി റിസോഴ്സ് ടീച്ചേഴ്സിനെ വെച്ചിട്ടുണ്ട്. പക്ഷേ 3 സ്കൂളിൽ ഒരു റിസോഴ്സ് ടീച്ചർ, അങ്ങനത്തെ റിസോഴ്സ് ടീച്ചർ വെച്ചുകൊണ്ട് ഈ കുട്ടിക്ക് ആവശ്യമായ പിന്തുണ കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് PTA വഴിയും നാട്ടുകാരുടെ സംഭാവന വഴിയും പഞ്ചായത്തിൻ്റെ പ്രതി തന്നെ സഹായം ചേർത്ത് ഒരു അഡീഷണൽ 2 റിസോഴ്സ് ടീച്ചേഴ്സ് വെക്കാൻ പറ്റുമോ? പിന്നെ ഏർലി ഡിറ്റക്ഷൻ ഇതിൻ്റെ കണ്ടുപിടിക്കുന്നതിന് ഉള്ള കുട്ടികൾ, പിന്നെ വളരെ തീവ്രമായിട്ടുള്ളതാണെങ്കിൽ നമ്മുടെ ബഡ് സ്കൂളിൽ സ്പെഷ്യൽ അന്നാലേ ബഡ് സ്കൂളിൽ വിടാൻ പാടുള്ളൂ. വരാറ് കഴിഞ്ഞാൽ പുനരധിവാസത്തിന് പരിപാടി. 3ാം ദിനം കണ്ണൂർ നായനാർ അക്കാദമിയിൽ വെച്ചാണ് സെമിനാർ നടക്കുന്നത്. സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകളിൽ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.